ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് ഷോർട്സ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതിന് നല്ല ഒരു സമയം സെലക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് നമ്മൾ സമയമെല്ലാം സെലക്ട് ചെയ്യുന്ന ഒരു സാധാരണ മെത്തേഡാണ് ഇത്തരത്തിൽ നമ്മൾ അനലിറ്റിക്സ് എന്നതിൽ പോയതിന് ശേഷം ഓഡിയൻസ് എന്ന ടാബിൽ പോയതിന് ശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ വയലറ്റ് ഇൻഫർമേഷൻ നോക്കി, അതായത് ഈ ഒരു അനലിറ്റിക്സ് നോക്കി ഇതിൽ ഡാർക്ക് വയലറ്റ് വന്നിരിക്കുന്ന സമയത്ത് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുക എന്നത്. എന്നാൽ ഈ ഒരു മെത്തേഡ് അല്ലാതെ നമുക്ക് എഫക്റ്റീവായ മറ്റൊരു മെത്തേഡ് യൂസ് ചെയ്ത് ഷോർട്സ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സമയം മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇവിടെ അനലിറ്റിക്സ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ പോയതിന് ശേഷം ഇവിടെ താഴേക്ക് വരുമ്പോൾ റിയൽ ടൈം ഡാറ്റ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്ത ഒരു ദിവസമായിരിക്കണം ഈ അനലിറ്റിക്സ് എല്ലാം ചെയ്യേണ്ടത്. അതായത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അനലിറ്റിക്സ് കിട്ടില്ല. അതിനാൽ തന്നെ എന്നാണോ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കുന്നത് ആ ദിവസമാണ് ഈ അനലിറ്റിക്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റിയൽ ടൈം എന്ന് വന്നിരിക്കുന്നത് കാണാം. അതായത് 48 മണിക്കൂറിൽ ലഭിച്ചിരിക്കുന്ന വ്യൂസ് ഇവിടെ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ലാസ്റ്റ് 60 മിനിറ്റ്സിൽ വന്നിരിക്കുന്ന വ്യൂസ് എല്ലാം കാണാം. ഇത്തരത്തിൽ നിങ്ങൾ ഒരു ദിവസത്തിൽ എല്ലാ മണിക്കൂറിലും നിങ്ങൾക്ക് വന്നിരിക്കുന്ന വ്യൂസ് ഇത് ഒരു പേപ്പറിൽ രേഖപ്പെടുത്തി വെക്കുക. അതായത് രാവിലെ 6 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള റിപ്പോർട്ടാണ് നിങ്ങൾ ഒരു പേപ്പറിൽ രേഖപ്പെടുത്തി വെക്കേണ്ടത്. 6 മണി മുതൽ 7 മണി വരെ നിങ്ങൾക്ക് എത്ര വ്യൂസ് ലഭിച്ചു, 7 മണി മുതൽ 8 മണി വരെ നിങ്ങൾക്ക് എത്ര വ്യൂസ് ലഭിച്ചു, 8 മണി മുതൽ 9 മണി വരെ നിങ്ങൾക്ക് എത്ര വ്യൂസ് ലഭിച്ചു. ഇത്തരത്തിൽ രാത്രി 11 മണി വരെ ഓരോ മണിക്കൂറും ഇടവിട്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വ്യൂസ് ഒരു പേപ്പറിൽ ഇത് രേഖപ്പെടുത്തി വെക്കുക. ഇത്തരത്തിൽ ചെയ്തതിന് ശേഷം ആ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഏത് മണിക്കൂറിലാണ് വ്യൂസ് വന്നിരിക്കുന്നത് ആ സമയം നിങ്ങൾ നോട്ട് ചെയ്തു വയ്ക്കുക. ഉദാഹരണമായി 5 to 6 ആണ് നിങ്ങൾക്ക് നല്ല വ്യൂസ് എല്ലാം വന്നിരിക്കുന്നത്, അതായത് ഒരു 300 വ്യൂസ് എല്ലാം ആ സമയത്താണ് വരുന്നത് എങ്കിൽ നിങ്ങൾ ഷോർട്സ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു സമയം തിരഞ്ഞെടുക്കാം. അതായത് 5 to 6 എന്ന സമയം. എന്നാൽ കറക്റ്റ് 5 മണിക്ക് പബ്ലിഷ് ചെയ്യാതെ 4:55 ആകുമ്പോഴെല്ലാം നിങ്ങളുടെ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഷോർട്സ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതിൽ സാധാരണ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വ്യൂസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്